ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ജ്യൂസാണ്. ഇപ്പോൾ നോൽമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മാസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. ഒരു അരക്കിലോ ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ജ്യൂസാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 3 ക്യാരറ്റും ഒരു ബീട്രൂട്ടും കൂടിയാണ് കേട്ടോ. ഒരു അരക്കിലോണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കറിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കത്. കൂടെ തന്നെ ഒരു 9 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒരു 4-5 വിസിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പം നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഏലക്കായൻ്റെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പം നന്നായി അരിച്ചെടുത്ത ശേഷം നമുക്കൊരു കടായി അടുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 200 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ടൊരു 20 മിനിറ്റൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. നമ്മളെന്തായാലും വേവിച്ച സാധനമാണെങ്കിൽ പോലും ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ച് നല്ല അതിലത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു 20 മിനിറ്റൊക്കെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ടെ. ഒരു 20 മിനിറ്റൊക്കെ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഏത് ബോട്ടിലാണ് നമുക്ക് ആക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഫ്രിഡ്ജിനകത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ബോട്ടിലാണെങ്കിൽ. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എങ്ങനെ ജ്യൂസ് അടിക്കാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫ്രീസറിനകത്തേക്ക് പാൽ കട്ടിയാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ മധുരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എത്ര ഗ്ലാസ് നമുക്ക് വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയറും കൂടി ചെയ്യുക.